ശബരിമല കയറുന്നതിനിടെ ഹൃദയസ്തംഭനവും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ ഉപകരണങ്ങൾ വാങ്ങുന്നു. ആദ്യഘട്ടമായി വാങ്ങുന്ന 5 ഉപകരണങ്ങൾ ഡിസംബർ 20-ന് ശബരിമലയിലെത്തും. പുല്ലുമേട് എരുമേലി വഴി കാനനപാതയിലൂടെ എത്തുന്നവർക്ക് ദർശനത്തിന് പ്രത്യേക സൗകര്യമൊരുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KICB ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഏറ്റുമാനൂർ കോടതിപ്പടിയിൽ നടന്ന പ്രതിഷേധ സമരം AICC അംഗവും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLAയുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 7ാം തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന് വൈദ്യുതി വകുപ്പിനോട് എന്നും പ്രത്യേക താൽപ്പര്യമാണ്. ഈ താൽപ്പര്യമാണ് ലാവ്ലിൻ കേസിന് കാരണമായത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞ തുകയ്ക്ക് വൈദ്യുതി വാങ്ങുവാനായി ഉണ്ടാക്കിയ ദീർഘകാല കരാർ 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് റദ്ദാക്കിയത്. ഇതിനു പിന്നിൽ വലിയ അഴിമതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുമൂലം സർക്കാരിനും സംസ്ഥാനത്തിനും ഉണ്ടായിരിക്കുന്നത്. മണിയാർ പദ്ധതിയുടെ കരാർ കാലാവധി അവസാനിച്ചിട്ടും വീണ്ടും 5 വർഷം കൂടി കാലാവധി നീട്ടി നൽകിയതിന് പിന്നിലും വൻ അഴിമതിയാണെന്നും ജോസഫ് വാഴക്കൻ ആരോപിച്ചു. ലാവ്ലിൻ കമ്പനിക്ക് കൊടുക്കരുത്, ഇന്ത്യയിലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വെറും 100 കോടി രൂപയ്ക്ക് പണിയുമെന്ന് പറഞ്ഞതിന് അതനുസരിക്കാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലാവ്ലിന് 375 കോടി രൂപയ്ക്ക് കൊടുത്തത്. അതിന്റെ പേരിലാണ് കൃത്യമായി 100 കോടി രൂപ മാറ്റിയത്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നത്. അതുപോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയതായി വേറെ കുറെ കാര്യങ്ങൾ കൂടി വരുന്നു. കാർബറാണ്ടം എന്ന് പറയുന്ന ഒരു സ്വകാര്യ മുതലാളി തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അദ്ദേഹം അവര് മണിയാറ് ജലവൈദ്യുത പദ്ധതി വൈദ്യുതിയുടെ കരാർ ഏറ്റെടുത്തിരുന്നവരാണ്. അവരാണത് പണിതത്. അത് ഉപയോഗിച്ച് അവരത് നമുക്ക് 25 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കൈമാറുമെന്നാണ് വ്യവസ്ഥ. 50 പൈസ മാത്രം നമുക്ക് കറണ്ടിന് അന്ന് തന്നുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മള് 10 രൂപ 12 രൂപയ്ക്ക് കറണ്ട് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ വെള്ളം ഉപയോഗിച്ച് നമ്മളിവിടെ പണിതിരിക്കുന്ന സ്വകാര്യ മുതലാളി പണിത് കൊടുത്ത ഡാമാണ്. ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോറോയി പൊന്നാറ്റിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി നീണ്ടൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് PV ജോയി പൂവൻ നിൽക്കുന്നതിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് കുറുപ്പ്, മറ്റു നേതാക്കളായ ബിജു കുമ്പിക്കൻ, PV മൈക്കിൾ, ജൂബി ജോസഫ്, KG ഹരിദാസ്, ബിജു വലിയമല, ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ, വിഷ്ണു ചെമ്മണ്ടവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.